വെൽക്കം സി ഗെയിമിംഗ് ഗൈസ്. നമ്മൾ ഇന്നൊരു പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഗൈസ്. ബട്ട് അതിന് എന്തൊക്കെയോ കോപ്പിറൈറ്റ് ഒക്കെ അടിച്ചോണ്ട് പിന്നെ ഞാൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആയി കളഞ്ഞു. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഈ വേൾഡ് കളിക്കാനൊന്നുമില്ല. സോ ഒരു പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച്. സോ ഈ വേൾഡ് ഞാൻ എപ്പം കളിക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഈ വേൾഡിൽ ഞാൻ കുറച്ച് മോഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ക്ലാൻ സൈഡ് മോഡ്സ് ആണ് ഗൈസ്. വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല വാനിലിൽ നിന്ന്. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്പോണായി വീണത് ഇവിടെയാണ് ഗൈസ്. ഇവിടെ തന്നെ ഞാൻ ഒരു വലിയ മലയൊക്കെ കാണുന്നുണ്ട് സ്പോണായി വീണതിന്റെ ബാക്ക്. പിന്നെ ഈ സീഡ് ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ തപ്പിയെടുത്താണ്. അത് കാണുമ്പോൾ തന്നെ തിരിയും ഗൈസ്. അവിടെ ഒരു വില്ലേജ് ഒക്കെ കണ്ട. സോ നമ്മൾ സ്പോണായത് ഇങ്ങനെ ഒരു മലേന്റെ സൈഡിലാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു മൈൻ ഷാഫ്റ്റ് കിടന്ന് കത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതോ അവിടെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ലാവയൊക്കെ വന്നിട്ട് മൈൻ ഷാഫ്റ്റിനെ കത്തിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മളെ ഡ്രിപ്പ് സ്റ്റോൺസ് ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഇനി നമുക്ക് നേരെ ആ വില്ലേജിലോട്ടൊന്ന് ചെന്ന് നോക്കണം. അവിടെ നിന്ന് ലൂട്ട് ചെയ്യാൻ പറ്റുന്നല്ല ലൂട്ട് ചെയ്യണം. പിന്നെ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ ടൂൾസ് ഒക്കെ ആകണം. സോ എന്തായാലും ഞാനൊന്ന് പോയി വുഡൊക്കെ വെട്ടി അങ്ങോട്ട് വില്ലേജിലോട്ടൊന്ന് പോട്ടെ. ഇവിടെ ഇത്ര അടുത്തായിരുന്നു ഗൈസ്. നമ്മളെ സ്പോണിന്റെ അടുത്ത് വില്ലേജ് ഉണ്ട്. സൈസ് ഇവിടെ കുറച്ച് ഹേവേലൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ലോണം. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ നെക്സ്റ്റ് വില്ലേജ്. അടുത്ത് തന്നെ 2 വില്ലേജ് ഉണ്ട് ഗൈസ്. ബ്ലാക്ക് സ്മിത്ത് അവിടെ എന്തൊക്കെയോ ഒരു ലൂട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ഇത് എവിടെ നോക്കിയാൽ ഇങ്ങനെയാണല്ലോ. ഇത് നോക്ക്, അയണ്. ഈ സീഡ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. സോ ഞാൻ എന്തായിട്ടും നമ്മളെ സാധാരണ ഒരാള് വില്ലേജ് കാര്യം എന്ത് സംഭവിക്കും. സോ ഞാൻ എന്തായിട്ടും ഇത് ഫുള്ളൊന്ന് ലൂട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഞാൻ ഇവിടുന്ന് ലൂട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ലൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൈവേയിലൊക്കെ എത്രയേ ഉള്ളൂ, 15 കിട്ടി. പിന്നെ ഞാൻ എന്തായാലും അങ്ങോട്ട് ബ്ലാക്ക് സ്മിത്തിലോട്ട് പോയിട്ടില്ല. അത് എന്തുകൊണ്ടാ പോവാത്തെന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പോവാന്ന് വിചാരിച്ച്. സോ നമുക്ക് എന്തായിട്ടും അങ്ങോട്ട് ചെന്ന് നോക്കാം, ലൈവായിട്ട് കാണാം ഗൈസ്. ബ്ലാക്ക് സ്മിത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നിന്നാൽ ഗൈസ് സെറ്റ് ലൂട്ട്. പൊളി ഗൈസ്. സോഡ് പിക്കസ്. നമ്മളെന്തിനാ വെറുതെ വുഡിന്റെ ഒക്കെ ഉണ്ടാക്കുന്നത്. സ്റ്റാർട്ട് തന്നെ എല്ലാം റെഡിയാണ്. ഇതിവിടെ വാ 3 ഡയമണ്ട് ഗൈസ്. നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാനുള്ള സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് പിന്നെ നമുക്ക് അയൺ പിക്കാക്സും കിട്ടി. ഇനി എന്തായാലും നമുക്ക് അടുത്ത വില്ലേജിലോട്ടൊന്ന് ചെല്ലണം. അതിനു മുമ്പേ ഗൈസ് നമുക്ക് ഈ സ്റ്റോണിന്റെ ഷവലും മാക്സും കൂടി ഉണ്ടാക്കിയേക്കാം. അയണ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഗൈസ് അവിടെ അയണുണ്ട്, അതും കൂടി ഒന്ന് മൈൻ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് വുഡ് വെട്ടണം ഗൈസ്. വുഡ് നമുക്ക് ഇവിടെ തന്നെ വെട്ടാം, അല്ലാണ്ട് എനക്കയ്യല്ല ഗൈസ് അങ്ങോട്ടൊന്ന് കാര്യം പോവാൻ. ഇല്ലേതല്ലേ ഇല്ലെല്ലാം നമ്മളത്. ഒന്നും പേടിക്കണ്ട, ആരും ഒന്നും പറയാൻ വരില്ല ഗൈസ്. നിങ്ങളിങ്ങനെ വില്ലേജുകാരനാണ് ഫുള്ളങ്ങ് പൊട്ടിച്ചോ, ആരും ഒന്നും പറയൂല. ഞാൻ എന്തായിട്ട് ഈ വുഡ് മൊത്തം ഒന്ന് പൊട്ടിക്കട്ടെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് മതി. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട്, നമ്മളിതുവരെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയില്ല, ബട്ട് ഡയമണ്ട് കിട്ടി. അതാണ് അതാണ്. ഇനി നമ്മള് ടൂൾസ് നമുക്ക് എന്തായിട്ടും നമുക്ക് സ്റ്റോൺ വേണം ഗൈസ് ഉണ്ടാക്കണമെങ്കിൽ. സ്റ്റോൺ എടുക്കട്ടെ ഗൈസ്. ഗുഡ് സ്റ്റാർട്ടാണ്, നല്ല സ്റ്റാർട്ടാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ എല്ലാം കിട്ടിയോണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏക്സും ഷവലും ഡയമണ്ടിന്റെ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ വേണ്ട ഗൈസ്, ഡയമണ്ട് നമ്മൾ
സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ടോർച്ച് ഞാൻ വില്ലേജിൽ നിന്ന് 4 എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു സേഫ്റ്റിക്ക് നമുക്ക് കേവിലൊക്കെ പോകുമ്പം എടുക്കണ്ടിട്ട്. പിന്നെ നമുക്ക് ഫുഡില്ല, ഫുഡും കൂടി ഉണ്ടാക്കിയേക്കാം. 45 ബ്രെഡ് മതി ഗൈസ്. അത് മതി 45 ബ്രെഡ് കിട്ടിയിട്ടുണ്ട്, അത് മതി നമുക്ക്. ഇനി ഇതാ ഈ വില്ലേജിലോട്ട് പോവാം. ഇവിടെ എന്തോ കാണുന്നുണ്ട് ഗൈസ്. ഇവിടെ ഞാൻ വിചാരിച്ചു ചെറിയ എന്തെങ്കിലും കേവായിരിക്കും. ഇതങ്ങ് എനിക്ക് തോന്നുന്നു മൈനസിലോട്ടൊക്കെ ഉണ്ട് ഗൈസ് ഈ കേവ്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോണം. ബട്ട് അതിന് മുമ്പേ വില്ലേജിലോട്ട് പോയിട്ട് വരാം. അയൺ ഗോൾ ഉണ്ടായിരുന്നോ കഴിഞ്ഞ വില്ലേജില്? അറിഞ്ഞു. ഇവിടെ ചെസ്റ്റ് ഉണ്ട്. ഓക്കെ, ബ്രെഡും ആപ്പിളും ഉണ്ട് ഗൈസ്. കുറച്ച് പൊട്ടാറ്റോ ഉണ്ട്, ഇരിക്കട്ടെ. എല്ലാം ഇരിക്കട്ടെ ഗൈസ്. പ്രത്യേകിച്ച് വലിയ ഉപയോഗം ഒന്നും ഇല്ലെങ്കിലും ഇരിക്കട്ടെ. ബ്ലാസ്റ്റ് ഫർണസ് നീ എടുത്തേക്കാം. വെറുതെ എന്തിനാ അതിന്റെ ഒരു കുറവ്. ഓക്കെ, നമുക്ക് ഞാൻ എന്തായിട്ടും ഈ ഹെയ്ബേലൊക്കെ ഒന്ന് ലൂട്ട് ചെയ്യട്ടെ. ഞാൻ നമ്മളെ ഹെയ്ബേലൊക്കെ എടുത്തിട്ടുണ്ട്. 32 ഹെയ്ബേൽ കിട്ടി. സോ ഇനിയിപ്പോൾ അടുത്തൊന്നും പട്ടിണി കിടക്കേണ്ടി വരില്ല. പിന്നെ രാത്രിയാകുന്നുണ്ട്, എന്തായിട്ട് അങ്ങ് ഉറങ്ങിയേക്കാം. നമ്മളെ സ്വീറ്റ് ഡ്രീംസ് കിട്ടിയിട്ടുണ്ട്. അഡ്വാൻസ്മെന്റ് സ്വീറ്റ് ഡ്രീംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പണിയെന്ന് വെച്ചാൽ നമുക്ക് നേരെ ഈ അയണൊക്കെ എടുക്കണം. പിന്നെ അതിന്റെ മുമ്പ് ഇവിടെ അയൺ ഗോളം ഇവിടെ കുറച്ച് ഇതുണ്ടല്ലേ. ഞാൻ ഇതൊന്നും കളക്ട് ചെയ്യട്ടെ. അല്ല, ഇതിവിടെ ഒന്നോട്ടെ ഗൈസ്, ഒരു സേഫ്റ്റിക്ക്. എങ്ങാനും നമ്മളെ ഇത് ഫുള്ള് തീർന്നാൽ ഈ വില്ലേജിന് എതിർത്തൊരു ചങ്ങായിയാണ് ഗൈസ്. രാവിലെ ആക്കുമ്പോഴത്തേക്ക് കുറെ വില്ലേജസ് കൂടിയിട്ട് ഇവന്റെ വീട് തന്നെ കുഴിയിലാക്കി കളഞ്ഞു. ഗൈസ്, ഇതെന്താ സംഭവം ഇങ്ങനെയൊക്കെ? ഗൈസ്, അവനും ഇവിടെ ഉണ്ട്. ഇവൻ വർഷങ്ങളായി ഈ കുഴിയിൽ തന്നെ പെട്ടിട്ടാന്ന് തോന്നുന്നു ഗൈസ്. ഒരു എൻട്രൻസ് കൂടി ഇല്ല പുറത്തേക്ക്. മൈ ഗോഡ്, നിന്റെ അവസ്ഥ എനിക്കറിയാടാ, പേടിക്കണ്ട. അയ്യോ പാവം ഗൈസ്, വർഷങ്ങളായി ഈ കുണ്ടിൽ തന്നെ പെട്ടുപോയി. നമ്മളെന്ത് ചെയ്യാൻ? എടാ, വേണമെങ്കിൽ ഈ വഴി കൂടെ കാര്യം വന്നോ, അല്ലെങ്കിൽ നീ എന്റെ വീട്ടിൽ തന്നെ വന്നോ. ഓക്കെ ഗൈസ്, നമുക്ക് അയൺഗോളത്തിന് തട്ടണം. അയൺഗോളത്തിന് തട്ടണമെങ്കിൽ കുറച്ച് ബ്ലോക്ക് വേണം. ഓടണം, അടിക്കണം. അയ്യോ, ചത്ത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഫസ്റ്റ് അടി തന്നെ നമുക്ക് കിട്ടി. ഓടാ ഇങ്ങനെ പിന്നെ അയൺകുളത്തിന് ഇതേ കാര്യം വന്ന്. അയ്യോടാ പാവം, കൊറേ കാലായി ഈ കുഴി തന്നെയാണ്. ഇപ്പോഴാണ് അവനൊന്ന് ഫ്രീ. അയൺകുളത്തിനെ കൊന്നിട്ട് എത്ര അയണ് കിട്ടി? 5 അയണ് കിട്ടി. 5 അയണാന്ന് തോന്നുന്നു, മാക്സ് അറിഞ്ഞൂടാ. 5 അയണ് കിട്ടി. ഇവനിവിടെ ഒരു ഹൈവേ പോലെ തന്നെ ആക്കി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും കയറി വരും. ഇനി പോക്കല്ലുണ്ട് ഗൈസ്. സീനൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കി കൊടുത്താണ്. അവിടെ ഒരു ഗുഹയൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോണം. പിന്നെ ഇവിടെ എന്തുവാ, ഇവിടെ ലൂട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ലൂട്ടൊന്നുമില്ല ഗൈസ്. ഇനി നമുക്ക് എന്തായിട്ട് അങ്ങോട്ടേക്ക് കേവിലേക്കൊന്ന് കിഞ്ഞു പോവാം. നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ഗോൾ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്, അയൺ ആർമർ ആവുക. ഞാൻ എന്തായിട്ട് അങ്ങോട്ട് എത്തട്ടെ ഗൈസ്, എനിക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇനി നമുക്ക് നേരെ കേവിലോട്ട് മൈനിങ്ങിന് പോവാം. അതിനു മുമ്പ് നമ്മുടെ ഡയമണ്ട് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മളൊന്ന് സേഫ് ആക്കി വെക്കണം. എങ്ങനെ നമ്മൾ ചത്താൽ നമുക്ക് പിന്നെ അത് എടുക്കേണ്ടതാണ് ഗൈസ്. പിന്നെ ഇതിന് ഇവിടെ ഒരു ബഗ് ഉണ്ട് ചെസ്റ്റിന്. അത് ഞാനിട്ടൊരു ടെക്സ്ചർ പാക്കിൻ്റെ ഒരു ബഗ്ഗാണ്. അത് ഫ്രഷ് ആനിമേഷൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നൊരു ടെക്സ്ചർ പാക്കാണ് ഗൈസ്. നമുക്ക് വേണ്ടാത്തൊക്കെ ഇവിടെ വെക്കാം. എന്നിട്ട് നേരെ നമുക്ക് മൈനിങ്ങിനോട്ട് പോവാം. നമുക്കൊന്ന് വേറെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അത് എടുക്കണം ഗൈസ്. ആയാണ് ഇനിയിപ്പോൾ ഞാനെങ്ങനെ അങ്ങോട്ടേക്ക് കയറും?
ഞാൻ കുറച്ച് ഈ ഡേർട്ടൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കയറാം. ടോട്ടൽ നമുക്ക് ഇപ്പൊ അവിടുന്ന് 14 അയൺ കിട്ടി ഗൈസ്. സോ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അയ്യോ ഞാൻ ഇവിടെ വെച്ച് ഗൈസ് ഇതിൽ നമുക്ക് അയൺ സ്മെൽറ്റ് ചെയ്യാനാവുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയിട്ട് കോളൊക്കെ കിട്ടുമോ നോക്കാം. ഞാൻ എന്തായാലും ഇനി മൈനിങ്ങിനോട്ട് പോകട്ടെ. നമുക്ക് ഇവിടെ ഒരു വലിയ കേവ് ഉണ്ട് ഗൈസ്, ലാവയൊക്കെ ഉള്ള. ഞാൻ എന്തായാലും ഇവിടെ ഒരു അതിന് മുമ്പ് ഗൈസ് ഞാൻ നേരത്തെ ഇവിടെ ഒരു എമറാൾഡ് കണ്ടിരുന്നു. അത് നമുക്ക് അങ്ങ് എടുത്താലോ? യെസ് ഗൈസ്, അത് നമുക്ക് അങ്ങ് എടുക്കാം. ഇപ്പം വലിയ ആവശ്യമൊന്നും ഇല്ലെങ്കിലും എന്തായാലും ആവശ്യം വരും ഗൈസ്. നമ്മൾ ഒരിക്കൽ വില്ലേജറോടെയില്ല ട്രേഡ് ചെയ്യുമ്പം ഗൈസ്. സോ നമുക്ക് എന്തായാലും ഇപ്പം ഈ എമറാൾഡ് അങ്ങ് എടുക്കാം. ഒന്നാളും തോന്നുന്നു. യെസ് ഗൈസ്, എമറാൾഡൊക്കെ ഒന്നാണ്ടാവും. തരാ. അയ്യോ ഓ നോ, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. തെറ്റിപ്പോയി. യെസ് സാരില്ല കിട്ടിയ അത്ര നല്ലത്. ഇനി നമുക്ക് എന്തായാലും താഴോട്ട് പോയി എമറാൾഡ് അവിടെ വെച്ചിട്ട് ഒരു കാര്യം സ്കെൽട്ടനെ കണ്ടപ്പോഴാണ്, സ്കെൽട്ടനാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. കേവിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ അയൺ വെച്ചിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കിക്കൊണ്ട് പോവാം. അല്ലെങ്കിൽ ഫുള്ള് മൂഞ്ചലായിരിക്കും. അത് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നത്. സോ നമുക്ക് കിട്ടിയ ഒരു അയണിങ് എടുക്കാം. എന്നിട്ട് നമ്മുടെ എമറാൾഡൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കണമെങ്കിൽ വുഡില്ല. നന്നായി. ഇനി നമുക്ക് എന്തായിട്ട് ഇവിടെ നിന്ന് ഫുഡ് എടുക്കാമല്ലോ. എന്താ ഫുഡ് ഒന്ന് എടുക്കട്ടെ. മതി, പ്രകാരമൊന്നും വേണ്ട. ഓക്കെ ഇത് മതി. ഇനി നമുക്ക് നേരെ പോയി ഷീൽഡ് അങ്ങോട്ട് ഉണ്ടാകാം ഗൈസ്. പിന്നെ വീഡിയോന് എന്തെങ്കിലും ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം അത് സോൾവ് ചെയ്യാൻ നോക്കാം. പറയാൻ പറ്റൂല ഗൈസ്, FPS കുറവൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഇനി നമുക്ക് നേരെ ഈ കേവിലോട്ട് അങ്ങ് പോകാമെന്ന് തോന്നുന്നു. ഓക്കെ പിന്നെ ഞാൻ അവിടെയുള്ള വെള്ളമൊക്കെ പൊട്ടിച്ച് നേരെ താഴോട്ടേക്ക് കേവിലോട്ട് ഇറങ്ങി. പിന്നെ അവിടെ കണ്ട അയണൊക്കെ എടുത്ത് അങ്ങനെ ആ മേലോട്ട് കയറുമ്പം ആടെ വേറൊരു അയണുണ്ട്, അതും എടുത്ത്. പിന്നെ ആടെ ഉള്ള കോളും എടുത്ത് ഗൈസ്. ബട്ട് ആടെ 2 കോളേനുള്ളൂ. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കോള് കണ്ട് ഞാൻ എങ്ങനെയല്ലോ സാഹസികമായി അത് എടുക്കാൻ നോക്കി. അയ്യോ ഗൈസ്, ഇത് ഒരു പറ്റിക്കലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ വലിയ കോളൊക്കെ ഉണ്ടാവുന്നു. 2-3 കോള് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു. ഇങ്ങോട്ട് എന്തോ ഉണ്ടല്ലോ. അയ്യാ ആരടാ? ഞാനൊരു സോംബി, മറ്റേ കുട്ടി സോംബിന്റെ സൗണ്ട് കേട്ടല്ലോ. ഞാൻ വിചാരിച്ചാൽ അവിടെ ഉണ്ടാവും. അത് വല്ലാത്ത ഡേഞ്ചറാണ് ഗൈസ്. നിങ്ങൾ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കുള്ളൂ. എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കറ്. വല്ലാതെ ഡേഞ്ചറാണ് ഗൈസ്. എൻ്റെ കുറേ ഹാർഡ് കോർ വേൾഡ് അതുമൂലം പോയിട്ടുണ്ട്. ഓക്കെ ഇതേ നിൽക്കുന്നൊരു സോംബി ഗൈസ്. അയ്യാ വെറുതെ മണ്ടത്തരം തന്നെ കാണിക്കുക ഗൈസ്. ഇത് ചെയ്യാനാ. അയ്യോ എന്റെ അയണ്. ഓക്കെ ആരാ? ജസ്റ്റ് എസ്കേപ്പ് ഗൈസ്. ഞാൻ വിചാരിച്ചു ചത്ത് തന്നെയാണ്. ഓക്കെ ഇതാണ് ഷീൽഡ് കൊണ്ടുള്ള ഗുണം. ഷീൽഡ് ഉണ്ടെങ്കിൽ നമ്മള് ഇത്തരം കാര്യങ്ങളൊന്നും പേടിക്കണ്ട. അതൊന്നും സാരമില്ല ഗൈസ്, നമുക്ക് അയൺ കിട്ടിയാ പോരെ. സോ നമുക്കിപ്പം 15 അയണായി. അവിടെ 15 അയണ്. സോ 30 അയണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. ഇന്നത്തേക്ക് ആർമർ ഉണ്ടാക്കാൻ ഇത് മതി എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങളെ പോരായ്മകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ പ്ലീസ് കമൻറ്റ്
പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്തോ ഗൈസ്. ഓക്കെ, നമ്മൾ ഇവിടെ എങ്ങാനല്ലേ വെച്ചത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ തന്നെ എടുത്ത് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് കിട്ടിയത് അയണ്. ഓ, ഞാൻ വിചാരിച്ച അയണയുടെ പോയി. ഓക്കെ, കോളിന്റെ ആവശ്യമുണ്ട്. കോള് നമുക്ക് ഒന്ന് നോക്കി നോക്കാം, ഇവിടെ അടുത്തെങ്കിലും എവിടെങ്കിലും കോൾ ഉണ്ടോന്ന്. അല്ലാണ്ടാണെങ്കിൽ നമുക്ക് കോളെല്ലാം വുഡ് വെച്ച് അയണ് കരിക്കേണ്ടി വരും ഗൈസ്. ആ അതെ, കോളല്ലേ ഇവിടെ ഉള്ളേ. ഓക്കെ, ഇനി നമുക്ക് ഈ കോളും കൂടി അങ്ങ് എടുക്കാം. ഇതെങ്കിലും കുറച്ചധികം കോൾ ഉണ്ടായാൽ മതിയേനു. നേരത്തെ ഞാൻ വലിയ കാര്യത്തിൽ ഗൈസ്, എന്താണ് ഇങ്ങനെ അയൺ ഇഷ്ടം പോലെ, കോള് 2 എണ്ണം. വൈ ബ്രോ, എന്തു പറ്റി മൈൻക്രാഫ്റ്റിന്? ഓക്കെ, കോള് അത്രക്കും കുറവാണ് ഗൈസ്, ഫ്യൂവല് തീരെ കുറവാണ്. നമുക്ക് എന്തായാലും ഒരു വീടൊക്കെ ഉണ്ടാക്കണം. തൽക്കാലത്തേക്ക് നമുക്ക് ഇതുവരെ ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങ് കയറി കൂടാം. ബട്ട് എപ്പോ അങ്ങനെ പറ്റൂല, നമുക്കൊരു വലിയ വീടൊക്കെ ഉണ്ടാക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മേലൊക്കെ ഉണ്ടാക്കാം, വലിയൊരു സ്റ്റെപ്പൊക്കെ വെച്ച് ഉണ്ടാക്കാം ഗൈസ്. ബട്ട് അതിനൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. സോ നമ്മുടെ അയണത്രയായി ഉരുകിയെന്ന് നോക്കാം. ഓക്കെ, കുറച്ച് ഉരുകിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ആർമർ അങ്ങോട്ട് ഉണ്ടാക്കാം. ഫസ്റ്റ് ചെസ്റ്റ് പ്ലേറ്റ്, നമ്മുടെ ഹെൽമെറ്റ്, ബൂട്ട് സോ നോ, ഞാൻ കാണിക്കുന്നത് മൊത്തം മണ്ടത്തരാണല്ലോ ഗൈസ്. ബൂട്ട് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ട്. ഞാൻ എന്തിനാ പിന്നെയും ബൂട്ട് ഉണ്ടാക്കിയേ? അയ്യോ പൊട്ടനായി പോയി. ഇത് ചെയ്യാനാ? ഇങ്ങനെ കുറച്ച് വിവരക്കേടൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അത് നിങ്ങള് കുറച്ച് ക്ഷമിക്കുക, അല്ലാണ്ട് വേറൊന്നും ചെയ്യാനാവൂല. സോ ഗൈസ്, നമുക്ക് എന്തായിട്ട് നമ്മുടെ ആർമർ അങ്ങ് ഇട്ടേക്കാം. നമ്മൾ അങ്ങനെ ഫുൾ അയൺ ആർമർ പണിഞ്ഞിട്ടുണ്ട് ഗൈസ്. ദേ നിൽക്കുന്നു ഗൈസ്, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അയൺ ആർമർ നമ്മളായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അയൺ ടൂൾസിന്റെ ഇത് നമ്മള് അയണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. പിന്നെ നമ്മൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. ബട്ട് അതിനുള്ള ഇത് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ആക്സ് ഉണ്ടാക്കണം. ആക്സ് ആണ് ഇമ്പോർട്ടന്റ്, ഷവലിനെക്കാണ്ട് ഇമ്പോർട്ടന്റ് ആക്സ് ആണ്. ആക്സ് എവിടെ? നമുക്ക് മാനുവലായിട്ട് തന്നെ ഉണ്ടാക്കാം ഗൈസ്. ഇങ്ങനെ വെച്ച് ഇത് പോക്കി. ഓക്കെ, ഇതാണ് നമ്മളെ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഷവൽ. പിന്നെ ഞാൻ യൂട്യൂബിൽ ഒരു ട്രിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ആർമറൊക്കെ വേഗം ഉണ്ടാക്കുന്ന സ്പീഡ് റണ്ണേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ട്രിക്ക്. ബട്ട് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമ്മളിതാ ഒരു ബക്കറ്റും കൂടി ഉണ്ടാക്കി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ദേ നമ്മുടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബക്കറ്റ് പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുക്കാം. ഓക്കെ ഗൈസ്, ദെൻ നമ്മളിതാ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് നിങ്ങൾ എന്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓണാക്കി ഇടുക. അത് ഉറപ്പ് വരുത്തുക ഗൈസ്. പിന്നെ എന്തായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.